ഗുണ്ടൽപേട്ട് എത്തി ഇളനീരൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് സ്റ്റേറ്റസും സ്റ്റോറീസൊക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ വർത്തമാനത്തിലായിരുന്നു. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. ചിലപ്പോൾ കടന്നു വന്ന് ഞങ്ങൾ മലപ്പുറം ഭാഷ എത്തപ്പം കണ്ട കാര്യം ഇതൊന്നും മുണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കുരുന്ത് വർത്താനം, ഇത്തിരി പരദൂഷണം. ഇതൊക്കെ കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇടയ്ക്കൊന്ന് ഗാരങ്കനഹള്ളി എത്തിയപ്പോൾ ഡീസൽ ഫീൽ ചെയ്തു. സ്റ്റേറ്റസ് കണ്ടുവന്ന കോളുകൾ ഒത്തിരി ഹാപ്പി ആയിട്ടോ. സൺഫ്ലവർ ഗാർഡനൊക്കെ കണ്ടെങ്കിലും ഇനിയുള്ളിടത്ത് നിർത്താമെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കടന്നു. ഇപ്പോഴാണ് ശരിക്കും ഡ്രൈവിംഗ് സ്കിൽസ് ഇല്ലാത്തതിൻ്റെ വിഷമം ചെറുതായിട്ടൊന്ന് തോന്നിയത്. ഇവിടെ നീളമുള്ള വർത്തമാനാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം പറയും, ഒന്നും ഇല്ലാതിരിക്കുന്നു, എന്നാലേ കുറച്ചൊക്കെ വീഡിയോസ് കിട്ടുള്ളൂ. വിശപ്പൊന്ന് വന്നു തുടങ്ങിയപ്പോൾ മാടൂർ കോടിഹള്ളി ബൈപ്പാസിൽ കയറി നീതകട്ടയിലെ ബ്രിഡ്ജ് വേ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിച്ചു. വെജ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ കഴിച്ചത്. വീണ്ടും യാത്ര തുടങ്ങി. 4 ടോളും കടന്ന് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത സ്ഥലം എന്താണെങ്കിലും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാത്ത സാധിച്ചത് ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് പിക്സും വീഡിയോസും ഒന്നും എടുത്തില്ല. തലേസാന്ത്രയിലെ റൂമിലെത്തി ഫ്രഷായ ശേഷം പ്രിയയുടെ മോളെ കാണാനും കുറച്ച് സാധനങ്ങൾ കൊടുക്കാനും വേണ്ടി ശിവാജി നഗറിൽ പോയി. ഒരമ്മയുടെ റോള് പക്കയായി ചെയ്യുന്ന പ്രി ശരിക്കും ഒരു സിംഗപ്പെണ്ണ് തന്നെയല്ലേ. അമ്മുനെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വെറുതെ ശിവാജി നഗർ മാർക്കറ്റ്, കമേഴ്ഷ്യൽ സ്ട്രീറ്റ് അവിടേക്കൊക്കെ പോയി. പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിച്ച് തിരിച്ച് റൂമിലേക്ക്. ഒരു കാര്യം മനസ്സിലായി, മഞ്ചേരി ടു ബാംഗ്ലൂർ യാത്ര എൻജോയ് ചെയ്ത പോലെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ സിറ്റി യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു. ഇനി ഇന്നത്തെ ടോട്ടൽ എക്സ്പെൻസ് വാസ് ഓൾമോസ്റ്റ് 5,500 rupees, ഇൻക്ലൂഡിങ് 20 liters ഓഫ് ഡീസൽ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 4 ടോൾ, സ്നാക്സ് ആൻഡ് വാട്ടർ. മറ്റേ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടെ